കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ജെയും ഒരു ചെറിയ കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവനും തന്റെ 10 മില്യൺ വോൺ പോയേ എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്ന് കരയുന്നത്. ആ കുട്ടി കരയുന്നത് റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുന്നു. അപ്പോഴാണ് ആ കുട്ടിയുടെ അമ്മയും അവിടേക്ക് വരുന്നത്. അവരും അവിടേക്ക് വന്ന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ആ കുട്ടിയാണെങ്കിൽ കരച്ചില് നിർത്തുന്നതേയില്ല. എന്റെ 10 മില്യൺ വോൺ എന്ന് പറഞ്ഞിട്ട് കരയുകയാണ്. അവരും ആ കുട്ടിയും കൊണ്ട് ഒരു കാറിലിരുത്തുന്നു. അവനും ഓർക്കുന്നത് ഈ സ്ത്രീ എന്തായാലും ആ കുട്ടിയുടെ അമ്മയായിരിക്കണം. കാറിൽ കയറിയ ഉടനെ അവരുടെ വിധം അങ്ങ് മാറുന്നുണ്ട്. നിനക്ക് മിണ്ടാതെ ഇരുന്നുറങ്ങിയാ പോരെ, നീ കാരണം എനിക്കൊരു കോഫി കുടിക്കാൻ പോലും കഴിയില്ലെന്നാണോ എന്ന് പറഞ്ഞിട്ട് അവരും ദേഷ്യപ്പെടുന്നു. ജെയും ഓർക്കുന്നുണ്ട് ഇവർക്ക് ഇതെന്താ പറ്റിയതെന്ന്. അവരും ആ കുട്ടിയെയും എടുത്തോണ്ട് വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ആ കുട്ടിയെ സോഫയിൽ കൊണ്ടെറിയുന്നു. അപ്പോഴാണ് ഭർത്താവ് അവിടേക്ക് വരുന്നത്. അയാളോട് അവളും ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കാനായി പറയുന്നുണ്ട്. അച്ഛനും വന്നിട്ട് നിനക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായല്ലോ എന്ന് പറഞ്ഞ് ഫുഡ് എടുക്കാനായി പോകുന്നു. അത് കാണുമ്പോ ജെയും ഇയാളൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഭാര്യ അവർക്ക് ഭ്രാന്താണെന്ന് അവനും പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവർക്ക് കേൾക്കാനായി സാധിക്കില്ലല്ലോ. അയാളും ആ ഫുഡ് എടുത്തോണ്ട് വരുമ്പോഴാണ് ആ ഫുഡ് എക്സ്പയർ ആയി 4 മാസമായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. അത് അയാള് ഭാര്യയോട് പറയുമ്പോ അവര് പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല, അവനെന്തായാലും അത് കഴിച്ചിട്ട് മരിക്കത്തൊന്നുമില്ല എന്നാണ് പറയുന്നത്. കുട്ടിയുടെ അച്ഛനും ആ എക്സ്പയർഡ് ആയ ആ ഫുഡ് കൊണ്ട് ആ കുട്ടിക്ക് കൊടുക്കുന്നു. ജെയിം ഓർക്കുന്നത് ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം എന്ത് പറ്റിയെന്നാണ്. അയാളും ആ ഫുഡ് അവന് കൊടുക്കുന്നുണ്ട്. ജെയും അത് കഴിക്കുന്നില്ല. എന്ത് വന്നാലും ഞാൻ കഴിക്കില്ലടാ എന്ന് അവനും പറയുന്നു. അത് കാണുമ്പോ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നെ കളിപ്പിക്കുകയാണോ, വീട്ടിൽ വന്നാൽ പോലും എനിക്കൊരു റെസ്റ്റ് എടുക്കാനായി സാധിക്കില്ല എന്ന് പറഞ്ഞ് അയാളും ആ കുട്ടിയോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് പുറത്തൊരു പോലീസുകാരൻ വന്ന് നിൽക്കുന്നത് കുട്ടിയുടെ അമ്മയും കാണുന്നത്. അയാളും കോളിംഗ് ബെൽ അടിക്കുന്നു. ഈ പോലീസുകാരൻ എന്താ വീണ്ടും ഇവിടേക്ക് വന്നത്. അയാളും വേഗം കുട്ടിയുടെ മുഖത്തുള്ള ആഹാരത്തിന്റെ ബാക്കിയൊക്കെ തുടച്ചു മാറ്റുന്നു. അവരാണെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് സ്മെൽ അറിയാതിരിക്കാൻ അവിടെയെല്ലാം പെർഫ്യൂം അടിക്കുന്നുണ്ട്. എന്നിട്ട് അവരും വാതിൽ തുറക്കുന്നു. അവരും ഞങ്ങളെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസിൽ നിന്നിട്ടാണ് നിങ്ങൾ കുട്ടിയെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ് നിങ്ങൾ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടെന്നും ആ കുട്ടിയുടെ ദേഹത്ത് കുറച്ച് പാടുകൾ ഉണ്ടെന്നും അവര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്വേഷിക്കാനാണ് ഇവിടേക്ക് വന്നത്. അങ്ങനെ അവരും ആ കുട്ടിയുടെ അടുത്ത് വന്നിരിക്കുന്നു. അവരും ചെക്ക് ചെയ്യാനായി നോക്കുമ്പോ ജെയിം പറയുന്നുണ്ട് എന്റെ ഭാര്യയെല്ലാം വരെ തകർന്നു എന്നാണ് തോന്നുന്നത്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുപോകാൻ അവരും പറയുന്നു. പക്ഷെ അവര് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ആ കുട്ടിയുടെ അച്ഛനും ഞങ്ങളുടെ കുട്ടിയെ ഉപദ്രവിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡന്റിറ്റി കാർഡും കൊടുക്കുന്നുണ്ട്. ഞങ്ങള് ചൈൽഡ് വെൽഫെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അവരും അവിടെ ഇരിക്കുന്ന അവരുടെ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ വളരെ സന്തുഷ്ട കുടുംബമാണെന്നാണ് അവർക്കും തോന്നുന്നത്. അവർക്കെന്തോ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും എന്ന് കരുതി അവരും പോകാനായി നിൽക്കുന്നു. അത് കാണുമ്പോൾ ജെയും കരയുന്നു. നിങ്ങൾ പോവല്ലേ, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. പക്ഷെ അവര് അത് കാര്യമാക്കാതെ അവിടെ നിന്ന് പോകുന്നു. അവര് പോകുമ്പോ അവനും കരച്ചിൽ നിർത്തുന്നു. ആ സ്ത്രീക്കും ദേഷ്യം വന്നിട്ട് അവന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഈ പോലീസുകാർ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരുന്നത്, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന് പറഞ്ഞ് അവനെ എടുത്ത് തറയിൽ ഇടുന്നുണ്ട്. നിനക്കൊരു കാര്യം അറിയോ, നീ ജനിച്ചതിന് ശേഷം ഒരു കാര്യങ്ങളും ശരിയായിട്ട് ഇവിടെ നടക്കുന്നില്ല, ഇതെല്ലാം നിന്റെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നവര് തലേനെ എടുത്ത് അവന്റെ മുഖത്തേക്ക് പിടിക്കുന്നുണ്ട്. ശേഷം ജയ് ഉണരുമ്പോ അവനും നരക കവാടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ജന്മത്തിലും അവൻ മരിച്ചു പോയിട്ടുണ്ട്. ആ ക്ലോക്കിലെ സൂചിയും 6 മാറുന്നുണ്ട്. ഇനി 6 ജീവനും കൂടി ബാക്കിയുണ്ട്. അവനും ഡെത്തിനോട് ആ കുട്ടിയുടെ ഓർമ്മകളൊന്നും എനിക്ക് വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അത് കുഞ്ഞുകുട്ടിയല്ലേ, അവന് ഓർമ്മയോ കഴിവുകളോ ഒന്നും തന്നെ കാണില്ല. അവനും എനിക്ക് കുട്ടിയുടെ പേര് പോലും അറിയില്ല, ആരും അവനെ പേര് പറഞ്ഞ് വിളിച്ചതുമില്ല. ഇതുപോലത്തെ പാരന്റ്സ് ഒക്കെ ഈ ലോകത്തുണ്ടോ. അതിനിടത്തും നീ നിന്റെ ജീവിതത്തിൽ ഒരു ശ്രദ്ധയും കൊടുത്തിട്ടില്ലല്ലോ. നിനക്ക് തോന്നിയതുപോലെ നീ മരിക്കുകയല്ലേ ചെയ്തത്. പക്ഷെ കുട്ടിയോ അവനൊരു കാര്യം തീരുമാനിക്കാൻ പോലുള്ള ശേഷിയുമായിട്ടില്ലായിരുന്നു. അതുപോലെ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. ശരി, പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യണം. അതിനവളും നീ എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവന് സത്യാവസ്ഥയൊന്നും തന്നെ പറയുന്നില്ല. അവന് മനസ്സിൽ എന്നെ വേഗം ഷൂട്ട് ചെയ്യാനായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ സാധിക്കുമല്ലേ എന്നവൻ മനസ്സിലാണ് പറയുന്നത്. പക്ഷെ അവൻ മനസ്സിൽ പറയുന്ന കാര്യമൊക്കെ അവൾക്കും കേൾക്കാനായി സാധിക്കും. അവളും നിന്റെ എല്ലാ പ്രവൃത്തിയും കഴിഞ്ഞിട്ട് നീ എത്ര സ്ട്രഗിൾ ചെയ്താലും ജീവനോട് ഇരിക്കാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ ജന്മത്തിൽ നീ ആരെങ്കിലും കൊല്ലാനായി ശ്രമിച്ചാൽ അതിൽ ഞാൻ ഇടപെടും. അതിനവനും ഞാൻ എന്തിനാ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നത്, അതൊരിക്കലും സംഭവിക്കില്ലെന്ന് അവനും പറയുന്നുണ്ട്. അങ്ങനെ അവളും അവനെ ഷൂട്ട് ചെയ്യുന്നു. അവനും ഉണരുന്നു. നോക്കുമ്പോ അവനൊരു വഴിയിലാണ് ഉണ്ടായിരുന്നത്. എന്റെ ഫോൺ എവിടെയാണ് എന്ന് പറഞ്ഞ് അവനും നോക്കിയെടുക്കുമ്പോ അതിനകത്ത് ഏപ്രിൽ 6 8:45 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവൻ ആ പണം ആ ലോക്കറിൽ കൊണ്ടുവച്ചിട്ട് ഇന്ന് 4 ദിവസം ആയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 15 മിനിറ്റ് മാത്രമാണ് ബാക്കി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാ സാധനങ്ങളെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ അവനും പണം എടുക്കാൻ വേണ്ടി ഇവൻ ആ ലോക്കറും തേടി പോകുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ആ ലോക്കറും തുറക്കാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവനും വേഗം ഓടി വന്ന് ആ ഒരു പാസ്വേഡ് അടിച്ച് ആ ഒരു ലോക്കറിൽ നിന്നും പണവും എടുത്തുകൊണ്ട് പോകുന്നു. അത് കിട്ടുമ്പോഴാണ് അവനും സമാധാനമാകുന്നത്. അപ്പോഴാണ് അവിടെയുള്ള കണ്ണാടിയില് അവനും അവന്റെ മുഖം കാണുന്നത്. അവനും മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇവൻ സുന്ദരനാണല്ലോ. അപ്പോഴാണ് അവനും അവിടെയുള്ള ഒരു ഫോട്ടോ കാണുന്നത്. ഇത് ഈ മുഖം തന്നെയാണല്ലോ, ഇയാൾ ശരിക്കും ഒരു മോഡൽ ആയിരിക്കണം. അപ്പോഴാണ് ആ മനുഷ്യന്റെ മെമ്മറിയും അവന് വരാനായി പോകുന്നത്. എന്റെ പേര് ജാങ് ഗൗൻ, എനിക്ക് 24 വയസ്സാണ് പ്രായം. കുട്ടിക്കാലം തൊട്ടേ എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിരുന്നു. അതെന്റെ ലുക്സ് കാരണമാണ്. ഈ ലുക്സ് കാരണം തന്നെ എനിക്ക് പണവും സമ്പാദിച്ചു
സമ്പാദിക്കാനായി കഴിയുന്നുണ്ട്. ഞാനും ഒരുപാട് മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അത്രയാണ് അവന്റെ ഓർമ്മകൾ. അവനും ഓർക്കുന്നത് അവന് ലുക്കും ഉണ്ട്, പണവും ഉണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു. അങ്ങനെ അവന്റെ വീട്ടിലേക്ക് വരുമ്പോ അതും ഒരു അത്യാവശ്യം വലിയൊരു വീടായിരുന്നു. അവിടെ നിറയെ പല പല വാച്ചുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവനും അവിടെ ആകെ ഇഷ്ടമാകുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു ന്യൂസ് പേപ്പറും അവൻ കാണുന്നത്. ആ കുട്ടിയെ ഉപദ്രവിച്ച ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പോലീസുകാര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അതിൽ എഴുതിയിട്ടുണ്ട്. ഒരുപാട് നാള് അവർക്ക് ശിക്ഷ കിട്ടണേന്ന് അവനും പറയുന്നുണ്ട്. ഇവനും ആലോചിക്കുന്നത് ഇയാളിനി എങ്ങനെയായിരിക്കും മരിക്കാനായി പോകുന്നത്. ആ സമയം സോക്ജുൻ എന്നൊരാളും ഇവനെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഒരു VIP പാർട്ടി ഉണ്ട്, നീ ഇവിടേക്ക് വരണം. ഒരുപാട് പെൺകുട്ടികളും ഇവിടേക്ക് വന്നിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ അവനും ഇനി ഇവന്റെ മരണത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതിനേക്കാളും ആ ഒരു പാർട്ടിയിൽ പോയി പങ്കെടുക്കണം. ഒരു പ്രാവശ്യമല്ലേ ജീവിച്ചിരിക്കാനായി സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും ആ പാർട്ടിയിൽ പോയി അടിച്ചു പൊളിക്കുന്നു. അപ്പോഴാണ് ആ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ചെക്യാങ്ങിന്റെ പുതിയ CEO ആയ പാർക്ക് ആണെന്ന് വിളിച്ചു പറയുന്നത്. അയാളും അവിടേക്ക് വന്ന് എല്ലാവരെയും പരിചയപ്പെടുന്നു. കൂട്ടുകാരനും ഇവനൊരു മോഡലാണ് എന്ന് പാർക്കിനും പരിചയപ്പെടുത്തുന്നു. പാർക്കും ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. ശരിക്കും ആദ്യത്തെ എപ്പിസോഡിൽ ഇവനൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിൽ അയാളും ഇവനോട് സംസാരിച്ചിട്ടുണ്ട്. പാർക്കും തനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നില്ല, നിങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. എന്തോ ആയിക്കോട്ടെ, എല്ലാം മറക്കാം എന്ന് പറഞ്ഞ് അവനും പാർട്ടി എൻജോയ് ചെയ്യുന്നു. അങ്ങനെ അവനും വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന സമയം അവന്റെ കൂട്ടുകാരനും അവിടേക്ക് വരുന്നു. ആ കഫേയില് ഇന്നൊരാൾ വരില്ല, നീ എന്റെ കൂടെ സഹായിക്കാൻ വരാന്നല്ലേ പറഞ്ഞത്, പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരാനായി അവനോട് പറയുന്നു. അങ്ങനെ അവനും അവിടെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു കസ്റ്റമർ വരുന്നുണ്ടല്ലോ എന്ന് അയാൾ പറയുമ്പോ അവനും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് വരുന്നത് ആരാണെന്ന് ജെയ്യും ശ്രദ്ധിക്കുന്നത്. അത് ശരിക്കും ജെയ്യുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു, ജിസു. അപ്പോഴാണ് അവളെ കുറിച്ചുള്ള കുറച്ച് ഓർമ്മകളും അവന് വരുന്നത്. അവളൊരു എഴുത്തുകാരിയാണ്. അവൾ ഒരു ദിവസം നടന്നു പോകുന്ന സമയം അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പേപ്പറും പറന്നു പോകുന്നു. അപ്പോഴാണ് ജെയ്യും അവിടേക്ക് വരുന്നത്. അവനും അതെല്ലാം എടുക്കുന്നുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് ലവ് എന്നുള്ള ഒരു തലക്കെട്ടാണ്. എഴുതിയിരിക്കുന്നത് ജിസുവും. അവനും അതാരാണ് എഴുതിയതെന്ന ആകാംക്ഷയിൽ അവിടെ നോക്കുന്ന സമയമാണ് ജിസുവിനെ ആദ്യമായി അവൻ കാണുന്നത്. അങ്ങനെ തുടങ്ങിയ പ്രണയമാണ്. അവനും ഇവർ ബ്രേക്കപ്പ് ആയ കാര്യം ഓർക്കുന്നുണ്ട്. അവളും ഒരു ടീ ഓർഡർ ചെയ്യുന്നു. അവനും അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവളും അവിടേക്ക് ടീ വാങ്ങാനായി വരുന്നുണ്ട്. പക്ഷെ ഇവളെ ടീ വാങ്ങിക്കുമ്പോ അവനും നിന്ന് വിറയ്ക്കുന്നു. അത് കണ്ടിട്ട് കൂട്ടുകാരനും എന്തു പറ്റി, അവളോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ എന്ന് അവനും ചോദിക്കുന്നു. ഇല്ലെന്ന് അവനും. ജെയും അവള് ഇവിടെ വരാറുണ്ടോ? അതിനവനും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഇവിടെ അടുത്തെവിടെയാണ് താമസം. ഞാൻ കേട്ടത് അവളൊരു എഴുത്തുകാരിയാണെന്നാണ്, ഒരു നോവലിസ്റ്റ്. അങ്ങനെ അവനും ഇന്റർനെറ്റിൽ അവളെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു. അവൾ എഴുതിയ ടു യു ഇൻ ദ ഫ്യൂച്ചർ എന്ന നോവലിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ ഒരാളും ഈ ഒരു നോവലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആരെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് എന്ന് ചോദിച്ചപ്പോ അവളും മറുപടി പറയുന്നത് എന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ എന്നെ സഹായിച്ചത് എന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്നാണ് അവൾ പറയുന്നത്. ബോയ് ഫ്രണ്ട് എന്നാണ് ഇതിനെ കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അവളും അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയാണ്, ഇതുവരെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനൊരു സമയം കിട്ടിയില്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമാവും. അപ്പോഴാണ് അവൻ ഓർക്കുന്നത് അന്നേ ദിവസമാണ് ഇവനും അവളുമായി ബ്രേക്കപ്പ് ആയത്. അവന് കൊടുത്ത ആ ഒരു പണം അവൾക്ക് കിട്ടിയ പ്രൈസ് മണി ആയിരിക്കണം. അവനും അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു. അവനും അവിടെ നിന്നിറങ്ങി പുറത്തേക്ക് പോകുന്നു, ഒരു ലൈബ്രറിയിലേക്ക്. അവൾ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബുക്കും അവൻ എടുക്കുന്നുണ്ട്. അതിനകത്തുണ്ടായിരുന്ന ഓരോ വരിയും സൂചിപ്പിക്കുന്നത് അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചാണ്. അവനും അവളെ കുറിച്ചുള്ള കുറെ ഓർമ്മകൾ വരുന്നുണ്ട്. അവനും ആ ബുക്ക് വായിക്കുമ്പോ നല്ല വിഷമം വരുന്നുണ്ട്. അവനും ആ ബുക്ക് വാങ്ങിക്കാനായി വരുന്ന സമയമാണ് അതിനു മുമ്പേ നടന്നൊരു സംഭവം അവൻ ആലോചിക്കുന്നത്. അവരിതിനു മുന്നേ ഈ ലൈബ്രറിയിലേക്ക് വരുന്ന സമയം അവിടെ ഒരു ഫൗണ്ടൻ പെൻ ഇവള് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു എഴുത്തുകാരിയായിരിക്കുമ്പോ ഈ ഒരു ഫൗണ്ടൻ പെൻ എല്ലാവരും കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ ഒരു എഴുത്തുകാരിയാകുമ്പോ നിനക്ക് ഞാനിത് വാങ്ങി തരാമെന്ന് അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അവൾ അറിയാതെ ആ ഒരു ഫൗണ്ടൻ പെൻ അവനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എഴുത്തുകാരി ജിസു എന്നുകൂടി എഴുതണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവളുടെ സ്വപ്നം അവൾ സാക്ഷാത്കരിക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. പക്ഷെ അത് അവൾക്ക് കൊടുക്കാനായി അവന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്നാണ് അവൻ ആ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. ശേഷം അടുത്ത ദിവസവും അവൾ ആ കോഫി ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അവനും നിങ്ങൾക്ക് ടീ അല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് അവനും എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് എക്സ്ട്രാ ഒരു കേക്ക് കൂടി അവൾക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോ അവനും ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്, നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്ന ബുക്ക് ഞാൻ വായിച്ചു, അതുകൊണ്ട് തന്നെ അത് എഴുതിയത് ആരാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്കൊരു ചെറിയൊരു ആശയമുണ്ട്, അത് നോവലാക്കിയാ കൊള്ളാമെന്നുണ്ട്. എന്താണ് കാര്യമെന്ന് അവളും ചോദിക്കുമ്പോ അവനും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവനും അവന്റെ കഥ തന്നെയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ അവൻ ഒരുപാട് മരണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അവൻ ഡെത്തിനെ കണ്ടുമുട്ടിയതും ഒക്കെ അവളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താണെന്ന് അവൾ ചോദിക്കുമ്പോ ജയ് എന്ന് പറയാനാണ് അവൻ ആദ്യം വരുന്നതെങ്കിലും ആ ഒരു മോഡലിന്റെ പേരാണ് അവൻ പറയുന്നത്. അവളും നിങ്ങളുടെ കഥ കേട്ടപ്പോ ശരിക്കും നിങ്ങളത് അനുഭവിച്ചതുപോലെ തോന്നി, അതിന്റെ ഓരോ ഡീറ്റെയിൽസും നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടാണ് പറയുന്നത്. അവളും ആ ഡെത്ത് എന്ന ക്യാരക്ടർ കുറച്ച് ക്രൂരമാണല്ലേ എന്ന് ചോദിക്കുമ്പോ അവനും അവളുടെ അടുത്തുള്ള എല്ലാ ദേഷ്യവും ജിസുവിനോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ചിരിയാണ് വരുന്നത്. എന്ത്
പറ്റിയെന്ന് അവനും ചോദിക്കുമ്പോ അവളും അതൊരു ക്യാരക്ടർ അല്ലേ, പക്ഷെ നിങ്ങൾ ശരിക്കും നേരിട്ട് ആ വ്യക്തിയെ കണ്ടതുപോലെ ഉണ്ടല്ലോ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. അവൻ കുറച്ച് കഥ മാത്രമേ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവളും ബാക്കി കഥ നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിക്കുമ്പോ അവനും പറയാമെന്ന് പറയുന്നു. അവളും അങ്ങനെയാണെങ്കിൽ ഇതിലെ ആ ഒരു മരണം അനുഭവിക്കുന്ന ആ ഒരു വ്യക്തിയില്ലേ, അയാളുടെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോ അവനും തന്റെ പേര് പറയാനാകില്ലല്ലോ, ഞാൻ അങ്ങനെ ഒരു പേര് ആലോചിച്ചില്ല എന്നാണ് അവനും പറയുന്നത്. അവനും അവളോടൊരു ഓട്ടോഗ്രാഫ് ചോദിക്കുന്നുണ്ട്. അവന് നോക്കുമ്പോ അവൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത അതേ പേനയാണ് അവളും ഉപയോഗിക്കുന്നത്. ആ ഒരു പേനയെ കുറിച്ച് അവനും ചോദിക്കുമ്പോ അവളും ഇതെനിക്ക് ഒരാള് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോഴാണ് ജെയ്യും മരിച്ചു കഴിഞ്ഞിട്ട് അവന്റെ അമ്മയാണ് അവൾക്ക് ആ പേന കൊടുക്കുന്നത്. അവൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണിത്. അത് കാണുമ്പോ അവൾക്ക് വീണ്ടും വിഷമമാകുന്നു. അതിനുശേഷം എല്ലാ ദിവസവും അവൻ അവളെ കാണാറുണ്ടായിരുന്നു. അവന് നടന്നിട്ടുണ്ടായിരുന്ന എല്ലാ അനുഭവവും അവളോടും അവൻ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് അവളും ചില ചോദ്യങ്ങളും അവനോട് ചോദിക്കുന്നു. എന്തുകൊണ്ടാ നിങ്ങളുടെ കഥയിലെ നായകൻ അവന്റെ അമ്മയെ കാണാനായി പോകാത്തത്? ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇന്നും അമ്മയെ കണ്ടേനെ. അതിനവനും അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അവന് സഹിക്കാനാകുമെന്ന് തോന്നുന്നില്ല. അവരെ വീണ്ടും വീണ്ടും കാണുമ്പോ ഉള്ളിൽ വളരെ വേദനയായിരിക്കും. അവനും പകുതി കഥ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവളും നേരെ ഒരുപാട് ഇരുട്ടി ബാക്കി കഥ ഞാൻ പിന്നീട് കേൾക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവള് പൊയ്ക്കഴിഞ്ഞാണ് അവിടെ മഴ പെയ്യാനായി തുടങ്ങുന്നത്. അവനും അവളുടെ പുറകെ പോയി അവൾക്കൊരു കുടയൊക്കെ കൊണ്ടുകൊടുക്കുന്നു. നിങ്ങൾക്ക് പനി പിടിക്കും, ഈ കുട നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അവൾക്കും ആ ഒരു കുട നൽകിയിട്ട് അവനും പോകുന്നു. ഇവനോട് സംസാരിക്കുമ്പോ ശരിക്കും അവൾക്ക് ജയ്യുടെ ഓർമ്മകളാണ് വരുന്നത്. ശേഷം അവനും കഫേയിലേക്ക് വരുമ്പോഴാണ് ഒരു കസ്റ്റമറുടെ കൈ തട്ടി ഒരു ഗ്ലാസ് വീണ് അവിടെ പൊട്ടുന്നത്. അവനും അത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുവഴി കുറച്ച് പോലീസിന്റെ കാറൊക്കെ പോകുന്നത് അവനും കാണുന്നത്. ആ സമയം അവന്റെ കൈക്കും മുറിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കഫേയിൽ വന്ന കുറച്ച് ആൾക്കാരും സംസാരിക്കുന്നത് അവനും കേൾക്കുന്നത്. ഒരു ആക്സിഡന്റ് പറ്റിയില്ലേ, ആക്സിഡന്റില് അവള് മരിച്ചില്ലേ, ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഈ കഫേയില് വരാറുള്ളതായിരുന്നല്ലോ. അത് കേൾക്കുമ്പോൾ ജയ്ക്കും ജിസുവിനെയാണ് ഓർമ്മ വരുന്നത്. അവനും വേഗം അവിടെ നിന്നും അവളെ കാണാനായി ഓടിപ്പോകുന്നു. ഡെത്തും ഇതെല്ലാം കാണുന്നുണ്ട്. അവളും ജിസു എഴുതിയ ബുക്ക് വായിക്കുന്നു. അവനും ആ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്ക് വരുന്നു. അവനും അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. അവള് ജീവനോട് കൂടിയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരോട് ചോദിക്കുന്നു. അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ ജിസുവിനെ അവനും കാണുന്നത്. അവൾക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളും അവന്റെ കയ്യില് മുറിവൊക്കെ കെട്ടിവെക്കുന്നു. അവളും നിങ്ങൾ നേരത്തെ ഓടി വന്നിട്ട് അവിടെ ബഹളമുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ അവനും പറയുന്നത് എനിക്കറിയാവുന്ന ഒരാൾക്കാണ് ആക്സിഡന്റ് പറ്റിയതെന്നാണ് ഞാൻ കരുതിയത്. അവളും നിങ്ങൾ നേരത്തെ അങ്ങനെ ചെയ്തത് കണ്ടപ്പോ ഞാനും എനിക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചാണ് ഓർത്തത്. ആ ഒരു ദിവസം അന്ന് ശരിക്കും ജയ് ആത്മഹത്യ ചെയ്ത ദിവസമായിരുന്നു. അവനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ മരിച്ച വിവരം ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് അവളും അറിയുന്നത്. അവളും കരയുന്നു. അവള് കരയുന്ന കാണുമ്പോ അവനും വിഷമമാകുന്നു. അവനും ജിസുവിനോട് നാളെ നമുക്ക് കഫേയിൽ വെച്ച് കാണാമെന്ന് പറയുമ്പോ അവളും എനിക്ക് നാളെ അവിടേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ കഥയൊക്കെ കേട്ടപ്പോ എനിക്ക് മറ്റൊരാളെയാണ് ഓർമ്മ വന്നത്. എനിക്ക് അയാളെ കാണാനായി പോകണം. അടുത്ത ദിവസം അവളും ജയെ കാണാനായി പോയിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് അവളും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇക്കാര്യം മറിഞ്ഞതെന്ന് ജയ്യും കാണുന്നുണ്ടായിരുന്നു. അവനും വിഷമമാകുന്നു. അപ്പോഴാണ് അവന്റെ പുറകെ നിന്ന് അവന്റെ അമ്മയും നിങ്ങൾ ആരാണ് എന്ന് അവനോട് ചോദിക്കുന്നത്. അവനും താനിവിടെ തന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് അവനും പറയുന്നു. അവന്റെ അമ്മയും അവിടെ നിന്ന് വിഷമിക്കുന്നു അവനെ ഓർത്ത്. എന്നിട്ട് അവരും ഒരിടത്ത് പോയിട്ട് വല്ലാതെ കരയുന്നു. ആ ഒരു ശബ്ദം അവനും കേൾക്കാം. അത് കേൾക്കുമ്പോ അവനും വിഷമം സഹിക്കാനാകുന്നില്ല. അവനും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ശേഷം അവനും അവന്റെ അമ്മയ്ക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അത് അവന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ എഴുതിയിരിക്കുന്നത്. അവന്റെ ഫ്രണ്ടിന് ഇവൻ കുറെ പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അതെല്ലാം കൊണ്ട് അവന് മുങ്ങി. പക്ഷെ അവനാണെന്ന് പറഞ്ഞിട്ട് ജെയിൻ കത്തെഴുതി ആ ഒരു പണവും കൊണ്ടുപോയിട്ട് അവർ താമസിക്കുന്ന ഫ്ലാറ്റിലും വെക്കുന്നു. ശേഷം അവനും നടന്നു പോകുന്ന സമയം മുകളിൽ നിന്നും ഒരു വലിയ കട്ടൗട്ട് ഇവന്റെ തലയിലേക്ക് വന്ന് പതിക്കുന്നു. ഇത് ശരിക്കും അവൻ സ്വപ്നം കണ്ടതാണ്. ഇപ്പൊ ഞാൻ എന്റെ സ്വപ്നത്തിലും മരിക്കാനായി തുടങ്ങിയല്ലോ എന്ന് അവനും ചിന്തിക്കുന്നു. ശേഷം അവനും വീണ്ടും കഥ പറയുന്നു. എന്നിട്ട് ഇന്ന് കുറെ ലേറ്റ് ആയല്ലോ, ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടട്ടെ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. അവളും അതിന് സമ്മതിക്കുന്നു. അവനും നടന്നു പോകുമ്പോ അവളെ കുറിച്ചുള്ള ഓർമ്മകളാണ് അവന് വരുന്നത്. അവളോടുത്തുള്ള നിമിഷങ്ങൾ മതിയായിരുന്നു അവന് വീണ്ടും ജീവിതത്തിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാനായി. അതെന്തുകൊണ്ടാ ഞാൻ അന്ന് തിരിച്ചറിയാത്തത്? ഞാൻ പേടിച്ചത് എന്റെ ഭാവി സുരക്ഷിതമല്ല എന്ന് കരുതിയിട്ടാണ്. അവളും നിങ്ങളുടെ സ്റ്റോറിയില് അവസാനം ഹാപ്പി എൻഡിങ് ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നു. അവനും നിനക്കെന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോ അവളും എനിക്ക് തോന്നുന്നത് അതൊരു ഹാപ്പി എൻഡിങ് ആയിരിക്കാനാണ് സാധ്യത. കാരണം ആ ഒരു വ്യക്തിയെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കുന്നു. അവന്റെ ജീവിതത്തിൽ അവനൊരു സന്തോഷവും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അവനിപ്പോ ജീവിക്കുന്ന ഓരോ നിമിഷവും മരണത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവൻ എപ്പോഴും ഭയത്തോടെ ആയിരിക്കും ജീവിക്കുന്നത്. മനുഷ്യരെപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുന്നത് അവർ ആയിരിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു അർത്ഥമില്ലാത്തതായി പോകും. അത് കേട്ടവനും എനിക്ക് ഇന്ന് തന്നെ നിന്നോട് ഇത് പറഞ്ഞേ മതിയാകൂ. ചിലപ്പോ ഇന്നായിരിക്കും ഞാൻ ജീവനോട് കൂടിയിരിക്കുന്ന അവസാന ദിവസം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് അവളും ചോദിക്കുന്നു. അവനും ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറഞ്ഞോട്ടെ. എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാൻ 7 വർഷമായി അവളെ ഡേറ്റ് ചെയ്യുകയായിരുന്നു. അവളുടെ കൂടെ ആയിരിക്കുന്ന സമയം ഞാൻ ശരിക്കും എന്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും അവൾക്ക് നൽകിയിട്ടില്ല. അപ്പോഴാണ് ഒരു സംഭവവും ഇവൻ ഓർക്കുന്നത്. ഇവനും ഒരു റെസ്റ്റോറന്റിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ജിസുവും അവളുടെ ഫ്രണ്ട്സിനെ കൂട്ടി അവിടേക്ക് വരുന്നത്.
പറയുന്നത് അവൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവളുടെ കൊളീഗ്സും നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ജിസുവിനോട് ചോദിക്കുന്നു. അവളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ജിസുവും ജയ്യെ കാണുന്നത്. മറ്റുള്ളവരും നിങ്ങൾക്ക് ശരിക്കും ബോയ് ഫ്രണ്ട് ഇല്ലല്ലേ, കള്ളം പറയുന്നതല്ലേ, അവനിപ്പോ എവിടെയാന്ന് ചോദിക്കുമ്പോ അവളും ഉടനെ ജയുടെ അടുത്ത് വന്ന് അവനെ പരിചയപ്പെടുത്തുന്നു. ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട്, അവരോട് ഹായ് പറയ് എന്നൊക്കെ പറഞ്ഞ് അവനോട് പറയുന്നുണ്ട്. അവനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോ അവൾക്ക് എപ്പോഴും അഭിമാനമായിരുന്നു. പക്ഷെ ആ സമയത്ത് അവനെ കുറിച്ച് നാണക്കേടുണ്ടായിരുന്നു. എന്നിട്ട് അവളെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ അവനും പറയുന്നുണ്ട്. ഇത് തന്നെ കുറിച്ചാണോ ഈ പറയുന്നതെന്ന് അവളും ശരിക്കും ചിന്തിച്ചു പോകുന്നു. അവൾ എപ്പോഴും ആരെങ്കിലും തകർന്നിരിക്കുന്ന അവസരത്തിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഞാനില്ലെങ്കിലും അവൾ സന്തോഷവതിയായി ഇരിക്കുമെന്ന്. അവളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, അവളെ ഞാൻ മനസ്സിലാക്കാത്തതിന് ക്ഷമ ചോദിക്കുന്നു. എന്നെ പോലെ ഒരാൾക്ക് വേണ്ടി അവളും സങ്കടപ്പെടരുത്. അത് മാത്രമല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരാള് അത് അവള് മാത്രാണ്. ഈ ഒരു ഡയലോഗ് ശരിക്കും ജയ് ഇവളോട് പറയാറുണ്ടായിരുന്നതായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോ അവളും അവനോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നു. അന്ന് എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചില്ല, എനിക്ക് ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് കഠിനമായിട്ടുള്ള സമയങ്ങൾ വരുമ്പോ എന്റെ കൂടെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് അവരോട് എല്ലാവരോടും ക്ഷമ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ഒരുപാട് വൈകിപ്പോയി, കാരണം ഞാൻ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. അവളും നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, അതവനും ഞാൻ നിന്നോട് പറഞ്ഞ കഥയില്ലേ, അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾക്ക് ചിലപ്പോ അത് ഭ്രാന്തായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ ഞാൻ 7 മരണം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പത്തെ ഈ മോഡലിന്റെ ശരീരത്തിലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ മരണം ഞാൻ അനുഭവിച്ചത് ജയ് എന്നുള്ള ഒരാളുടെ ശരീരത്തിലാണ്. ജിസു, നിനക്ക് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ ശരിക്കും ജയ് ആണ്. ആ സമയം അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു കാറ് വളരെ സ്പീഡിൽ വന്ന് ഇടിക്കുന്നുണ്ട്. അവരെ രണ്ടുപേരെയും ആ ഒരു കാറും ഇടിച്ചിട്ടുണ്ടായിരുന്നു. ആ കാറിൽ നിന്നും ഒരാള് ഇറങ്ങി വരുന്നു. ആ കാർ ഓടിച്ചിരുന്നത് ടേക്കാങ് എന്ന ഒരു കമ്പനിയിലെ CEO ആയ പാർക്ക് എന്ന ആളാണ്. അപ്പോഴാണ് ഇവൻ ഓർക്കുന്നത് ആ ഒരു സ്കൈ ഡൈവറിന് പണം കൊടുക്കാമെന്ന് പറഞ്ഞതും ആ ഒരു ഫൈറ്ററില്ലേ ടെസാങ്, അവനും പണം കൊടുത്തിട്ടുണ്ടായിരുന്നതും. അത് മാത്രല്ല, ഒരു ഗാങ്സ്റ്ററായ ലീയുടെ ബോസും അത് മറ്റാരുമല്ല, അത് ഈ പാർക്ക് തന്നെയാണ്. ആ ഒരു വക്കീലും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ ഓക്കെ ആണോ, നമ്മൾ എന്താ ഇപ്പൊ ചെയ്യുക? അയാളും ആ ഒരു പെൺകുട്ടി കണ്ടില്ലേ, അവരുടെ തല അതെനിക്ക് കണ്ടു നിൽക്കാനും വയ്യെന്ന് പറഞ്ഞ് വക്കീലും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവള് മരിച്ചിട്ടുണ്ടായിരുന്നു. അവനും ജയ്യെ നോക്കുന്നു. നീ ഇതുവരെ മരിച്ചില്ലേ, നിന്നെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് പാർക്കും അവനെ കൊല്ലുന്നു. ശേഷം ആംബുലൻസുകാരും എത്തി അവരുടെ ബോഡിയും കൊണ്ടുപോകുന്നു. ശേഷം അവനും നരക കവാടത്തിലെത്തുന്നു. ഇത്തവണ അവന്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അവന്റെ ഗേൾ ഫ്രണ്ട് മരിച്ചിട്ടുണ്ടായിരുന്നത്. അവന് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നു. ആ ഒരു പാർക്കിനെ കൊല്ലാനുള്ള ദേഷ്യം അവനുണ്ടായിരുന്നു. പക്ഷെ ആദ്യം മറ്റൊരു കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവനും ഓടി വന്ന് ആ ഡെത്തിന്റെ ഗണ്ണും കൈക്കലാക്കുന്നു. നിനക്കിതൊക്കെ തമാശയാണല്ലേ, നീയും ഒന്ന് അനുഭവിച്ചു നോക്കെന്ന് പറഞ്ഞ് അവളെയും ഷൂട്ട് ചെയ്യുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി ബാക്കിയുള്ള എപ്പിസോഡ്സ് റിലീസ് ആകുന്നത് ജനുവരിയിലാണ്. അത് റിലീസ് ആകുന്ന സമയം നമ്മുടെ ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.